ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. 10th പ്രിലിംസ് സിലബസ് ബേസ്ഡ് ക്ലാസ്സുകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് സിലബസുമായി ബേസ് ചെയ്ത് മെഗാ റിവിഷൻ്റെ 3ാമത്തെ ക്ലാസ്സാണ്. ഇന്നത്തെ ക്ലാസ്സിൽ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളിൽ ആദ്യത്തെ ചോദ്യം ഇതാണ്: രാഷ്ട്രത്തിൻ്റെ മാനിഫെസ്റ്റോ അഥവാ രാഷ്ട്രത്തിൻ്റെ വിളംബര പത്രിക എന്നറിയപ്പെടുന്നത് എന്താണ്? രാഷ്ട്രത്തിൻ്റെ മാനിഫെസ്റ്റോ അഥവാ രാഷ്ട്രത്തിൻ്റെ വിളംബര പത്രിക എന്നറിയപ്പെടുന്നത് എന്താണ്? ഉത്തരം മാർഗനിർദ്ദേശക തത്വങ്ങൾ. എന്താണ്? മാർഗനിർദ്ദേശക തത്വങ്ങളെയാണ് രാഷ്ട്രത്തിൻ്റെ മാനിഫെസ്റ്റോ അഥവാ രാഷ്ട്രത്തിൻ്റെ വിളംബര പത്രിക എന്നറിയപ്പെടുന്നത്. രണ്ടാമത്തെ ചോദ്യം: മാർഗനിർദ്ദേശക തത്വങ്ങളിൽ ലിബറൽ ആശയങ്ങൾ എന്നറിയപ്പെടുന്ന ആർട്ടിക്കിളുകൾ ഏതൊക്കെ? മാർഗനിർദ്ദേശക തത്വങ്ങളിൽ ലിബറൽ ആശയങ്ങൾ എന്നറിയപ്പെടുന്ന ആർട്ടിക്കിളുകൾ ഏതൊക്കെയാണ്? ഒന്നാമത്തത് ആർട്ടിക്കിൾ 44. അതായത് ആർട്ടിക്കിൾ 44 എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? ഏകീകൃത സിവിൽ കോഡ്. ആർട്ടിക്കിൾ 45 രണ്ടാമത്തത്. അതിൽ പറയുന്നത് പ്രാഥമിക വിദ്യാഭ്യാസം 6 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക്. ഓക്കെ. അടുത്ത മൂന്നാമത്തേതാണ് ആർട്ടിക്കിൾ 48A, പരിസ്ഥിതി സംരക്ഷണം. ആർട്ടിക്കിൾ 48A പരിസ്ഥിതി സംരക്ഷണത്തെ പറ്റി പറയുന്നു. അടുത്തത് ആർട്ടിക്കിൾ 51, അന്താരാഷ്ട്ര സമാധാനം. അപ്പോൾ നമ്മൾ പറഞ്ഞത് മാർഗനിർദ്ദേശക തത്വങ്ങളിൽ ലിബറൽ ആശയങ്ങൾ എന്നറിയപ്പെടുന്ന ആർട്ടിക്കിളുകൾ 4 എണ്ണമാണുള്ളത്. ആർട്ടിക്കിൾ 44, ആർട്ടിക്കിൾ 45, ആർട്ടിക്കിൾ 48A, ആർട്ടിക്കിൾ 51. ഓക്കെ ആണല്ലോ. അടുത്തത് മൂന്നാമത്തെ ചോദ്യം: മൗലിക അവകാശങ്ങൾക്കും നിർദ്ദേശക തത്വങ്ങൾക്കും ഇടയിൽ തർക്കം വന്നാൽ മൗലിക അവകാശം നിലനിൽക്കും എന്ന് സുപ്രീം കോടതി വിധിച്ച കേസ് ഏതാണ്? മൗലിക അവകാശങ്ങൾക്കും നിർദ്ദേശക തത്വങ്ങൾക്കും ഇടയിൽ തർക്കം വന്നാൽ മൗലിക അവകാശം നിലനിൽക്കും എന്ന് സുപ്രീം കോടതി വിധിച്ച കേസ് ഏതാണ്? ചെമ്പകം ദൊരൈ രാജൻ കേസ് 1951. നോട്ട് ചെയ്ത് വെച്ച് തന്നെ പഠിക്കുക, ചോദിക്കാൻ സാധ്യതയുണ്ട്. മൗലിക അവകാശങ്ങൾക്കും നിർദ്ദേശക തത്വങ്ങൾക്കും ഇടയിൽ തർക്കം വന്നാൽ മൗലിക അവകാശമാണ് നിലനിൽക്കുന്നത് എന്ന് സുപ്രീം കോടതി വിധിച്ച കേസാണ് ചെമ്പകം ദൊരൈ രാജൻ കേസ് 1951. നാലാമത്തെ ചോദ്യം: നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി മൗലികാവകാശങ്ങൾ ഭേദഗതി ചെയ്യാനാകില്ല എന്ന് വിധിച്ച കേസ്. നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി മൗലികാവകാശങ്ങൾ ഭേദഗതി ചെയ്യാനാവില്ല എന്ന് വിധിച്ച കേസ് ഏതാണ്? ഉത്തരം ഗോലോക്നാഥ് കേസ് 1967. ഗോലോക്നാഥ് കേസ് 1967. അടുത്തത് അഞ്ചാമത്തെ ചോദ്യമാണ്: ഡെക്കാൻ പീഠഭൂമി വ്യാപിച്ചു കിടക്കുന്ന ഭൂവിഭാഗം. ഡെക്കാൻ പീഠഭൂമി വ്യാപിച്ചു കിടക്കുന്ന ഭൂവിഭാഗം വിന്ധ്യാപർവ്വതം മുതൽ ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കേ അറ്റം വരെ വ്യാപിച്ചു കിടക്കുന്ന വിസ്തൃത ഭൂവിഭാഗമാണ് ഡെക്കാൻ പീഠഭൂമി. പടിഞ്ഞാറ് പശ്ചിമഘട്ടവും കിഴക്ക് പൂർവ്വഘട്ടവും വടക്ക് സപ്തര മൈക്കല മലനിരകളും മഹാദേവ് കുന്നുകളും ഡെക്കാൻ പീഠഭൂമിക്ക് അതിരിടുന്നു. അപ്പോൾ ഡെക്കാൻ പീഠഭൂമിയുടെ അതിരേതൊക്കെയാണെന്ന് കൃത്യമായി അറിഞ്ഞിരിക്കുക, ചോദിക്കാൻ സാധ്യതയുണ്ട്. ഡെക്കാൻ പീഠഭൂമിയിൽ ഉൾപ്പെടുന്ന പ്രധാന മലനിരകൾ ഏതൊക്കെയാണ്? ഡെക്കാൻ പീഠഭൂമിയിൽ ഉൾപ്പെടുന്ന പ്രധാന മലനിരകൾ മഹേന്ദ്രഗിരി കുന്നുകൾ, പാൽക്കൊണ്ട നിര, ജാവേദി കുന്നുകൾ, മൈക്കല നിരകൾ, കൈമൂർ കുന്നുകൾ. മഹേന്ദ്രഗിരി കുന്നുകൾ, പാൽക്കൊണ്ട നിര, ജാവേദി കുന്നുകൾ, മൈക്കല നിരകൾ, കൈമൂർ കുന്നുകൾ. അടുത്തത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമിയാണ് ഇത്. നർമ്മദാ നദിക്ക് തെക്കാണ് സ്ഥിതി ചെയ്യുന്നത്. ബൊസാൾട്ട് എന്ന ആഗ്നേയ ശിലകളാൽ നിർമ്മിതമാണ്. ത്രികോണ ആകൃതിയിലാണ്. ഈ വ്യത്യാസങ്ങളൊക്കെ പഠിച്ചിരിക്കുക. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് വജ്രത്തിന്റെ നിലവാരം അളക്കുന്ന യൂണിറ്റ് ഏതാണ്? പാരഗണാണ്. വജ്രത്തിന്റെ നിലവാരം അളക്കുന്ന യൂണിറ്റ്
പാരഗണാണ്. ഒരു പാരഗൺ എന്ന് പറയുന്നത് 137 ക്യാരറ്റ് ആണ്. ഒരു പാരഗൺ എന്ന് പറയുന്നത് 137 ക്യാരറ്റ് ആണ്. വജ്ര ജൂബിലി എന്ന് പറഞ്ഞാൽ എന്താണ്? 67ാം വാർഷികത്തെയാണ് വജ്ര ജൂബിലി എന്ന് പറയുന്നത്. ഏറ്റവും വലിയ വജ്രം ഏതാണ്? കുള്ളിനാൽ ആണ് ഏറ്റവും വലിയ വജ്രം. ഇനി വജ്രമെന്ന് പറയുന്നത് കാർബണിന്റെ ഏറ്റവും ശുദ്ധമായ രൂപമാണ് വജ്രം. കാർബണിന്റെ ഏറ്റവും ശുദ്ധമായ രൂപമാണ് വജ്രം. പ്രകാശത്തിന് ഏറ്റവും വേഗത കുറഞ്ഞ മാധ്യമം ഏതാണ്? വജ്രമാണ്. പ്രകാശത്തിന് ഏറ്റവും വേഗത കുറഞ്ഞ മാധ്യമം വജ്രമാണ്. ഇനി ഇന്ത്യയുടെ വജ്രം എന്നറിയപ്പെടുന്ന നേതാവ് ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ. ഇന്ത്യയുടെ വജ്ര ഖനി എവിടെയാണ്? മധ്യപ്രദേശിലെ പന്ന എന്ന പ്രദേശമാണ്. ഇന്ത്യയുടെ വജ്രം എന്നറിയപ്പെടുന്ന നേതാവ് ഗോപാലകൃഷ്ണ ഗോഖലെ. ഇന്ത്യയുടെ വജ്ര ഖനി ഏതാണ്? മധ്യപ്രദേശിലെ പന്ന എന്ന പ്രദേശം. വജ്രം ഏറ്റവും കൂടുതലുള്ളത് മധ്യപ്രദേശിലാണ്. ഇന്ത്യയുടെ വജ്ര നഗരം ഏതാണ്? സൂററ്റ് ആണ്. ഇന്ത്യയുടെ വജ്ര നഗരം സൂററ്റ് ആണ്. അടുത്ത പോയിന്റ്, വജ്രത്തിന്റെ തിളക്കത്തിനു കാരണം പൂർണ്ണാന്തര പ്രതിഫലനം. വജ്രത്തിന്റെ തിളക്കത്തിനു കാരണം പൂർണ്ണാന്തര പ്രതിഫലനം. വജ്രത്തിന്റെ മഞ്ഞ നിറത്തിന് കാരണം എന്താണ്? നൈട്രജൻ ആണ്. വജ്രത്തിന്റെ മഞ്ഞ നിറത്തിന് കാരണം നൈട്രജൻ. വജ്രത്തിന്റെ നീല നിറത്തിന് കാരണം എന്താണ്? ബോറോൺ ആണ്. വജ്രത്തിന്റെ നീല നിറത്തിന് കാരണമായ മൂലകം ഏതെന്ന് ചോദിച്ചാൽ ബോറോൺ ആണ് ഉത്തരം. അപ്പം വജ്രത്തിന്റെ തിളക്കത്തിന് കാരണം പൂർണ്ണാന്തര പ്രതിഫലനവും വജ്രത്തിന്റെ മഞ്ഞ നിറത്തിന് കാരണം നൈട്രജൻ, അതുപോലെ തന്നെ വജ്രത്തിന്റെ നീല നിറത്തിന് കാരണമായ മൂലകം ഏതാണ്? ബോറോൺ ആണ്. ഇനി അടുത്തത് 7ാമത്തെ ചോദ്യമാണ്. ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ സഞ്ചാരി ആരാണ്? രാകേഷ് ശർമ്മയാണ്. ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ സഞ്ചാരി രാകേഷ് ശർമ്മ. ലോകത്തിലെ 138ാമത് സഞ്ചാരിയാണ് അദ്ദേഹം. വാഹനം സോയുസ് T11 ആണ്. ഇറങ്ങിയ വർഷം 1984 ഏപ്രിൽ 2 ആണ്. 8 ദിവസം അവിടെ ചിലവഴിച്ചു. 7 ദിവസവും 21 മണിക്കൂറും 40 മിനിറ്റും. ജനനം, രാകേഷ് ശർമ്മയുടെ ജനനം പഞ്ചാബിലെ പട്യാല എന്ന സ്ഥലത്താണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട് അടുത്ത പോയിന്റ് എന്താണെന്ന് നോക്കാം. അദ്ദേഹത്തെ പോകാൻ സഹായിച്ച രാജ്യമാണ് സോവിയറ്റ് യൂണിയൻ. അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധിയോട് തത്സമയം അദ്ദേഹം പറഞ്ഞത് സാരേ ജഹാംസെ അച്ച എന്ന വാക്കുകളാണ്. അടുത്തത് 8ാമത്തെ ചോദ്യമാണ്. സൈക്കിൾ ചക്രത്തിന്റെ ആക്സിലിൽ എണ്ണ ഇടുന്നതിന് കാരണം എന്താണ്? സൈക്കിൾ ചക്രത്തിന്റെ ആക്സിലിൽ എണ്ണ ഇടുന്നതിന് എന്തിനു വേണ്ടിയിട്ടാണ്? കർഷണം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. കർഷണം കുറയ്ക്കുന്ന സന്ദർഭങ്ങളാണ് അടുത്തത് പറയുന്നത്. ഒന്നാമത്തേത്, സൈക്കിൾ ചക്രത്തിന്റെ ആക്സിലിൽ എണ്ണ ഇടുന്നത് മൂലം കർഷണം കുറയുന്നു. മോട്ടോർ വാഹനങ്ങളുടെ 2 അഗ്രഭാഗങ്ങൾക്കും വണ്ണം കുറഞ്ഞു നിർമ്മിക്കുന്നതും കർഷണം കുറയാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ വിമാനത്തിന്റെ ആകൃതി മത്സ്യരൂപത്തിൽ നിർമ്മിക്കുന്നതും കർഷണം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. കർഷണം കുറയ്ക്കുന്നതിനായി യന്ത്രങ്ങളിൽ കരരൂപത്തിൽ ഉപയോഗിക്കുന്ന ഒരു സ്നേഹകമാണ് ഗ്രാഫൈറ്റ്. ഓക്കെ. ഇനി കർഷണം കൂടുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയാണ്? വാഹനങ്ങളുടെ ടയറുകളിലും ചാലുകളിലും കട്ടകളും മറ്റും ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ അത്ലറ്റുകൾ ഉപയോഗിക്കുന്ന ഷൂവിൽ സ്പൈക്സ് ഘടിപ്പിക്കുന്നത്. വസ്തുവിന്റെ ഭാരം കൂടുന്നതനുസരിച്ച് കർഷണബലം കൂടുകയാണ് ചെയ്യുന്നത്. വസ്തുവിന്റെ ഭാരം കൂടുന്നതനുസരിച്ച് കർഷണബലം കൂടുന്നു. അടുത്തത് 9ാമത്തെ ചോദ്യമാണ്. ഹാങ്ഹായ് സഹകരണ സംഘടനയുടെ ആസ്ഥാനം. ഹാങ്ഹായ് സഹകരണ സംഘടനയുടെ ആസ്ഥാനം ചൈനയിലെ ബീജിംഗ് ആണ്. 2001 ഇത് നിലവിൽ വന്നത്. അംഗരാജ്യങ്ങൾ ചൈന, ഇന്ത്യ, പാകിസ്ഥാൻ, റഷ്യ, കസാക്കിസ്ഥാൻ, ഖർഗിസ്ഥാൻ, താജിക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ ഇത്രയുമാണ് അംഗരാജ്യങ്ങളായിട്ട് വരുന്നത്. ഹാങ്ഷായി സഹകരണ സംഘടനയുടെ ആസ്ഥാനം ബീജിംഗ് ആണ്. നിലവിൽ വന്നത് 2001. അടുത്തത് 10ാമത്തെ ചോദ്യമാണ്. പ്രോട്ടീൻ ഫാക്ടർ 8 ഇല്ലാത്തത് മൂലമുണ്ടാകുന്ന ഹീമോഫീലിയ രോഗം ഏതാണ്? രാജകീയ രോഗം, ക്രിസ്തുമസ് രോഗം. 2 തരത്തിലാണ് ഹീമോഫീലിയ രോഗമുള്ളത്. പ്രോട്ടീൻ ഫാക്ടർ 8, 9 എന്നിവ ഇല്ലാത്തത് മൂലം രക്തത്തിൽ ഉണ്ടാകുന്ന രോഗത്തിനെയാണ് ഹീമോഫീലിയ എന്ന് പറയുന്നത്. പ്രോട്ടീൻ ഫാക്ടർ 8 അഥവാ ഫാക്ടർ എ ഇല്ലാത്തത് മൂലമുണ്ടാകുന്ന രോഗമാണ് രാജകീയ രോഗം.
പ്രോട്ടീൻ ഫാക്ടർ 9 അല്ലെങ്കിൽ ഫാക്ടർ ബി ഇല്ലാത്തത് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ക്രിസ്തുമസ് രോഗം. ഒരിക്കൽ കൂടി പറയാം, പ്രോട്ടീൻ ഫാക്ടർ 8 ഇല്ലാത്തത് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഹീമോഫീലിയ രോഗം. ഈ ഹീമോഫീലിയ രോഗം 2 തരത്തിലാണുള്ളത്. ഒന്ന് രാജകീയ രോഗവും ഒന്ന് ക്രിസ്തുമസ് രോഗവും എന്ന് അറിയപ്പെടുന്നു. അതിൽ നമ്മൾ പഠിച്ചു, രക്തത്തിൽ ഉണ്ടാകുന്ന ഒരു രോഗമാണ് ഹീമോഫീലിയ. എന്തിന്റെ കുറവ് മൂലമാണ്? പ്രോട്ടീൻ ഫാക്ടർ 8, 9 ഇവയില്ലാത്തത് മൂലം വരുന്ന രോഗമാണ് ഹീമോഫീലിയ. പ്രോട്ടീൻ ഫാക്ടർ 8 അഥവാ ഫാക്ടർ എ ഇല്ലാത്തത് മൂലം ഉണ്ടാകുന്ന രോഗത്തെ രാജകീയ രോഗമെന്നും പ്രോട്ടീൻ ഫാക്ടർ 9 ഫാക്ടർ ബി ഇല്ലാത്തത് മൂലം ഉണ്ടാകുന്ന രോഗത്തെ ക്രിസ്തുമസ് രോഗമെന്നും പറയുന്നു. ഇനി ഹീമോഫീലിയ ദിനം എന്നാണ്? ഹീമോഫീലിയ ദിനം ഏപ്രിൽ 17 ആണ്. വൈറ്റമിൻ കെയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമെന്നും ഹീമോഫീലിയ അറിയപ്പെടുന്നു. ഹീമോഫീലിയ ദിനം ഏപ്രിൽ 17 ആണ്. വൈറ്റമിൻ കെയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമെന്നും ഹീമോഫീലിയ അറിയപ്പെടുന്നു. ഓക്കെ ആണല്ലോ. അടുത്തത് നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റു ടോപ്പിക്കുകൾ പഠിക്കാം. ആ ക്ലാസ്സിലേക്ക് അടുത്തത് നമുക്ക് കിടക്കാം. അടുത്തത് നമ്മൾ പഞ്ചവത്സര പദ്ധതികൾ, പരീക്ഷകളിൽ സ്ഥിരം കാണുന്ന ചോദ്യം വരുന്ന ഭാഗമാണ് പഞ്ചവത്സര പദ്ധതികൾ. ഈ പഞ്ചവത്സര പദ്ധതികളെ കുറിച്ചാണ് അടുത്തത് പഠിക്കുന്നത്. എളുപ്പത്തിൽ പഠിക്കാനായിട്ട് ടേബിൾ രൂപേണ കൊടുത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈസി ആയിട്ട് റിവിഷൻ ഈ ഒരു ടേബിൾ കൊണ്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം എന്ന് പറയുന്നത് എത്രയായിരുന്നു? 1951-നും 56-നും ഇടയിലാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് എന്ന് പറയുന്നത്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്തായിരുന്നു? കാർഷിക മേഖലയുടെ സമഗ്ര വികസനമാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 1951-നും 1956-നും ഇടയിലാണ്. ലക്ഷ്യമെന്ന് പറയുന്നത് കാർഷിക മേഖലയുടെ സമഗ്ര വികസനം. അടുത്തത് രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 1956 മുതൽ 1961 വരെയാണ്. രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 1956 മുതൽ 1961 വരെയാണ്. ഈ പദ്ധതിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് വ്യാവസായിക വികസനമാണ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലക്ഷ്യങ്ങൾ കൃത്യമായി പഠിച്ചിരിക്കുക. ചിലപ്പോൾ നമുക്ക് ലക്ഷ്യങ്ങൾ തന്നിട്ട് അത് ഏത് പഞ്ചവത്സര പദ്ധതിയാണെന്നൊക്കെ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. പ്രിലിംസ് ആയതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ നോട്ട് ചെയ്ത് സിമ്പിൾ ആയിട്ടായിരിക്കും ചോദ്യങ്ങൾ വരിക. അതിന് നമ്മൾ വ്യക്തമായ രീതിയിൽ പഠിച്ചാൽ മാത്രമേ നമുക്ക് ഉത്തരം എഴുതാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ കൃത്യമായി പഠിച്ചു വെക്കുക. രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് എന്ന് പറഞ്ഞാൽ 1956 മുതൽ 1961 വരെയാണ്. വ്യാവസായിക വികസനമാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം. അടുത്തത് മൂന്നാം പഞ്ചവത്സര പദ്ധതി 1961 മുതൽ 1966 വരെയാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ്. ഭക്ഷ്യ സ്വയം പര്യാപ്തത, സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത, ഇത് രണ്ടുമാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? ഭക്ഷ്യ സ്വയം പര്യാപ്തത, സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത. പര്യാപ്തത എന്നുള്ള വാക്ക് നോട്ട് ചെയ്യുക. ഭക്ഷ്യ സ്വയം പര്യാപ്തതയും സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തതയും. അപ്പോൾ നമ്മൾ 1, 2, 3 പഞ്ചവത്സര പദ്ധതികൾ പഠിച്ചു. കാലയളവ് കൃത്യമായിട്ട് പഠിച്ചു, ലക്ഷ്യവും കൃത്യമായിട്ട് പഠിച്ചു. അടുത്തത് നമ്മൾ പഠിക്കുന്നത് നാലാം പഞ്ചവത്സര പദ്ധതി. കാലഘട്ടം എന്ന് പറയുന്നത് 1969 മുതൽ 1974 വരെയാണ്. നാലാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 1969 മുതൽ 1974 വരെയാണ്. പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് സ്ഥിരതയോടുകൂടിയ വളർച്ച, സ്വാശ്രയത്വം. നോട്ട് ചെയ്യുക. നാലാം പഞ്ചവത്സര പദ്ധതിയാണ്. കാലഘട്ടം 1969 മുതൽ 1974 വരെ. ലക്ഷ്യം സ്ഥിരതയോടുകൂടിയ വളർച്ച, സ്വാശ്രയത്വം. ഓക്കെ ആണല്ലോ. അടുത്തത് അഞ്ചാം പഞ്ചവത്സര പദ്ധതി. കാലയളവ് 1974 മുതൽ 1979 വരെ. 1974 മുതൽ 1979 വരെ. ദരിദ്ര നിർമ്മാർജ്ജനമാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം. ദരിദ്ര നിർമ്മാർജ്ജനമാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം. അടുത്തത് ആറാം പഞ്ചവത്സര പദ്ധതി. കാലഘട്ടം എന്ന് പറയുന്നത് 1980 മുതൽ 1985 വരെയാണ്.
ലക്ഷ്യം കാർഷിക വ്യവസായ മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ. കാർഷിക വ്യവസായ മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ. അടുത്തത് 7ാം പഞ്ചവത്സര പദ്ധതി 1985 മുതൽ 1990 വരെയാണ്. ആധുനികവൽക്കരണം, തൊഴിലവസരങ്ങളുടെ വർധനവ്, ഇത് രണ്ടുമാണ് 7ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം. അടുത്തത് 8ാം പഞ്ചവത്സര പദ്ധതി കാലയളവ് 1992 മുതൽ 1997 വരെയാണ്. മാനവശേഷി വികസനമാണ് 8ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം. അടുത്തത് 9ാം പഞ്ചവത്സര പദ്ധതി 1997 മുതൽ 2002 വരെയാണ് കാലയളവ്. ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവുമാണ് 9ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം. അടുത്തത് 10ാം പഞ്ചവത്സര പദ്ധതി 2002 മുതൽ 2007 വരെയാണ് കാലയളവ്. മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കലാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. അടുത്തത് 11ാം പഞ്ചവത്സര പദ്ധതി 2007 മുതൽ 2012 വരെയാണ്. മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സമഗ്ര വികസനമാണ് 11ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം. അടുത്തത് 12ാം പഞ്ചവത്സര പദ്ധതി 2012 മുതൽ 2017 വരെയാണ് കാലയളവ്. ലക്ഷ്യം സുസ്ഥിര വികസനമാണ്. 12ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 2012 മുതൽ 2017 വരെയാണ്. പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് സുസ്ഥിര വികസനമാണ്. അടുത്ത നമ്മൾ പഠിക്കുന്നത് ഭൂസവിശേഷതകളും അത് സൂചിപ്പിക്കുന്ന നിറങ്ങൾ ഏതൊക്കെയാണെന്നാണ്. പരീക്ഷകളിൽ ചോദ്യം ഇവിടുന്ന് സ്ഥിരമായി കാണാറുണ്ട്, അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചു നോക്കാം. ആദ്യം തന്നെ അക്ഷാംശ രേഖാംശ രേഖകൾ, വരണ്ട ജലാശയങ്ങൾ, റെയിൽവേ പാത, ടെലിഫോൺ ടെലഗ്രാഫ് ലൈനുകൾ. ഏതൊക്കെയാണ്? അക്ഷാംശ രേഖാംശ രേഖകൾ, വരണ്ട ജലാശയങ്ങൾ, റെയിൽ പാത, ടെലിഫോൺ ടെലഗ്രാഫ് ലൈനുകൾ. ഇവയെ സൂചിപ്പിക്കുന്ന നിറം കറുപ്പാണ്. ഉത്തരം കറുപ്പാണ്. അടുത്തത് സമുദ്രങ്ങൾ, നദികൾ, കുളങ്ങൾ, കിണറുകൾ, കുഴൽ കിണറുകൾ, ജലസാന്നിധ്യമുള്ള ജലാശയങ്ങൾ. നോട്ട് ചെയ്യുക, സമുദ്രങ്ങൾ, നദികൾ, കുളങ്ങൾ, കിണറുകൾ, കുഴൽ കിണറുകൾ, ജലസാന്നിധ്യമുള്ള ജലാശയങ്ങൾ. ഇവയ്ക്ക് നീല നിറമാണ് സൂചിപ്പിക്കുന്നത്. അടുത്തത് സിമ്പിളാണ്. വനങ്ങൾ, പുൽമേടുകൾ, മരങ്ങൾ, കുറ്റിച്ചെടികൾ, ഫലവൃക്ഷത്തോട്ടങ്ങൾ. ഇവയ്ക്ക് പച്ച നിറമാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അക്ഷാംശ രേഖാംശ രേഖകൾ, വരണ്ട ജലാശയങ്ങൾ, റെയിൽ പാത, ടെലിഫോൺ ടെലഗ്രാഫ് ലൈനുകൾക്ക് കറുപ്പ് നിറവും, സമുദ്രങ്ങൾ, നദികൾ, കുളങ്ങൾ, കിണറുകൾ, കുഴൽ കിണറുകൾ, ജലസാന്നിധ്യമുള്ള ജലാശയങ്ങൾ ഇവയ്ക്കൊക്കെ നീല നിറമാണ്. അതുപോലെ തന്നെ വനങ്ങൾ, പുൽമേടുകൾ, മരങ്ങൾ, കുറ്റിച്ചെടികൾ, ഫലവൃക്ഷത്തോട്ടങ്ങൾ ഇവയ്ക്കൊക്കെ പച്ച നിറമാണ്. അടുത്തത് കൃഷിസ്ഥലങ്ങൾ. നോട്ട് ചെയ്യുക, കൃഷിസ്ഥലങ്ങൾ മഞ്ഞ നിറത്തിലാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. കൃഷിസ്ഥലങ്ങൾ മഞ്ഞ നിറത്തിലാണ്. തരിശുഭൂമി വെള്ള നിറത്തിലാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. കൃഷിസ്ഥലങ്ങൾ മഞ്ഞ നിറം, തരിശുഭൂമി വെള്ള നിറം. പിന്നീട് പാർപ്പിടങ്ങൾ, റോഡ്, പാതകൾ, ഗ്രിഡ് ലൈനുകൾ. നോട്ട് ചെയ്യുക, പാർപ്പിടങ്ങൾ, റോഡുകൾ, പാതകൾ, ഗ്രിഡ് ലൈനുകൾ. ഇവയ്ക്ക് ഈസ്റ്റിങ്ങിനും അതുപോലെ തന്നെ നോർത്തിങ്ങിനും ചുവപ്പ് നിറമാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. കൃഷിസ്ഥലങ്ങൾ മഞ്ഞ നിറം, തരിശുഭൂമി വെള്ള, പാർപ്പിടങ്ങൾ, റോഡ്, പാത, ഗ്രിഡ് ലൈനുകൾ ഇവയ്ക്കൊക്കെ ചുവപ്പ് നിറം. അടുത്തത് കോണ്ടൂർ രേഖകൾക്കും മൺകൂനകൾക്കും മണൽ കൂനകൾക്കും തവിട്ടു നിറമാണ്. കോണ്ടൂർ രേഖകൾ, മൺകൂനകൾ, മണൽ കുന്നുകൾ ഇവയ്ക്ക് തവിട്ടു നിറമാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. ചോദ്യം ഈ ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കാം. മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇത് കൃത്യമായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമ്മൾ വേമ്പനാട്ട് കായലിൽ പതിക്കുന്ന പ്രധാന നദികൾ ഏതൊക്കെയാണെന്നാണ് പഠിക്കുന്നത്. വേമ്പനാട്ട് കായലിൽ പതിക്കുന്ന പ്രധാന നദികൾ ഏതൊക്കെയാണ്? അച്ചൻ കോവിലാർ, മൂവാറ്റുപുഴയാർ, മണിമലയാർ, മീനച്ചിലാർ, പെരിയാർ, പമ്പ. അച്ചൻ കോവിലാർ, മൂവാറ്റുപുഴയാർ, മണിമലയാർ, മീനച്ചിലാർ, പെരിയാർ, പമ്പ ഇവയൊക്കെയും വേമ്പനാട്ട് കായലിൽ പതിക്കുന്ന പ്രധാനപ്പെട്ട നദികളാണ്. അടുത്തത് നമ്മൾ അതിർത്തി സംസ്ഥാനങ്ങളും, ഇത് ജസ്റ്റ് നമ്മൾ ഇന്നലെ പറഞ്ഞു പോയതാണ് എങ്കിലും ഒരിക്കൽ കൂടി പറയുകയാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ശ്രദ്ധിക്കാം,
ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് മേഘാലയ, മിസോറാം, ത്രിപുര, ബംഗാൾ, അസം തുടങ്ങിയ സംസ്ഥാനങ്ങൾ. അടുത്തത് നമുക്ക് ചോദ്യം പ്രതീക്ഷിക്കാവുന്ന റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഉത്തരായന രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ. ഏതൊക്കെയാണ്? ത്രിപുര, അതുപോലെ തന്നെ ജാർഖണ്ഡ്, മധ്യപ്രദേശ്, മിസോറാം, പശ്ചിമ ബംഗാൾ, രാജസ്ഥാൻ, ഗുജറാത്ത്, ഛത്തീസ്ഗഡ്. ഉത്തരായന രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് ത്രിപുര, ജാർഖണ്ഡ്, മധ്യപ്രദേശ്, മിസോറാം, പശ്ചിമ ബംഗാൾ, രാജസ്ഥാൻ, ഗുജറാത്ത്, ഛത്തീസ്ഗഡ് തുടങ്ങിയ സംസ്ഥാനങ്ങൾ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ചോദ്യം വരാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഇന്നത്തെ നമ്മുടെ മെഗാ മാരത്തൺ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഉറപ്പായിട്ടും ഈ ക്ലാസ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചിരിക്കുക. ചോദ്യം ഈ ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റുകളായിട്ട് ഇടാവുന്നതാണ്. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും വിജയാശംസകൾ. താങ്ക്